വെൽക്കം. തഹമനാണ് എൻഡോക്രൈൻ ഫാർമക്കോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ആന്റി പ്രൊജസ്റ്റിൻസ് വിഭാഗം മരുന്നുകളായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള മെഫിപ്രിസ്റ്റോൺ എന്ന് പറയുന്ന മരുന്നും ദെൻ ഓൾസോ അനദർ വൺ ഈസ് യൂലിപ്രിസ്റ്റാൾ എന്ന് പറയുന്ന മരുന്നിനെ, ഈ രണ്ട് മരുന്നിനെ കുറിച്ചിട്ടാണ്. ആൻഡ് മെഫിപ്രിസ്റ്റോൺ ഒരു അബോർട്ട് പേഷ്യന്റ് ആണ്, അബോർഷൻ മെഡിക്കൽ അബോർഷൻ ഉപയോഗിക്കുന്ന മരുന്നാണ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന മിസോപ്രോസ്റ്റോളിനെ കുറിച്ച് കൂടി അതിന്റെ യൂസും കൂടി ഒന്ന് പറഞ്ഞു പോകേണ്ടി വരും. രണ്ട് മരുന്നും എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആണ്, ഓർ മോർണിംഗ് ആഫ്റ്റർ പിൽ കൂടി ആണ് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. സോ അത് പ്രധാനപ്പെട്ട മരുന്ന് മെഫിപ്രിസ്റ്റോൺ ആണ്. ഈ മരുന്ന് 3 തരം റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇറ്റ് ഈസ് പ്രൊജസ്റ്ററോൺ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പ്രൊജസ്റ്ററോൺ റിസപ്റ്ററിന്റെ 2 തരം, എനെയും ബിനെയും ബ്ലോക്ക് ചെയ്യുന്ന ആക്ഷൻ ഉണ്ട്. രണ്ടാമത്തത് ഇറ്റ് ക്യാൻ ബ്ലോക്ക് ആൻഡ്രോജൻ റിസപ്റ്റർ, ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൻഡ്രോജൻ റിസപ്റ്റർ ബ്ലോക്കർ കൂടി ആണ് ഈ മരുന്ന് എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത് ഇറ്റ് ക്യാൻ ബ്ലോക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിസപ്റ്റർ, സോ കോർട്ടിസോൾ, അതിന്റെയൊക്കെ ആക്ഷനും ബ്ലോക്ക് ചെയ്യുന്നു. സോ 3 തരം ബ്ലോക്കിംഗ് ആക്ഷൻ, ആന്റഗോണിസ്റ്റിക് ആക്ഷൻ ആണ് മരുന്നിനുള്ളത്. ആൻഡ് ഇതിൽ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ ബ്ലോക്കിംഗ് ആക്ഷൻ ആണ് നമ്മൾ അധികവും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഉദാഹരണം എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അബോർഷൻ മെഡിക്കൽ അബോർഷൻ ഓഫ് ഫീറ്റസ്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ഈ ആക്ഷൻ ആണ്, പ്രൊജസ്ട്രോൺ റിസപ്റ്റർ ബ്ലോക്കിംഗ് ആക്ഷൻ. ആൻഡ് ഈ മരുന്ന് കെമിക്കലി ഒരു 19 നോർസ്റ്റീറോയിഡ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ്. ആൻഡ് ബയോ അവൈലബിലിറ്റി ഒരു 25% മാത്രമേ ഉള്ളൂ. ആൻഡ് മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ബൈൽ വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുക. ഈ മരുന്നിന് മെഫിപ്രിസ്റ്റോണിന് പ്രൊജസ്ട്രോൺ റിസപ്റ്ററിൽ 2 തരം ആക്ഷൻസ് ഉണ്ട്. ഒന്ന് ഇറ്റ് ആക്ട്സ് ആസ് എ പാർഷ്യൽ അഗോണിസ്റ്റ്, സോ പാർഷ്യൽ അഗോണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴാന്ന് വെച്ചാൽ വെൻ പ്രൊജസ്റ്ററോൺ ഇൻ അവർ ബോഡി ഈസ് ലെസ്, പ്രൊജസ്ട്രോൺ ഇല്ല, നോ പ്രൊജസ്ട്രോൺ. സോ നോ പ്രൊജസ്ട്രോൺ, അപ്പോൾ വീക്ക് പ്രൊജസ്റ്റേഷണൽ ആക്ടിവിറ്റി ആണ്. പ്രൊജസ്റ്ററോണെ പോലെ കുറച്ച് ആക്ട് ചെയ്യുന്നുണ്ട് ഈ മരുന്ന്. രണ്ടാമത്തത് ദിസ് ആക്ട്സ് ആസ് എ കോമ്പറ്റീറ്റീവ് ആന്റഗോണിസ്റ്റ്, സോ നമ്മൾ ആന്റഗോണിസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടാണ് കോമ്പറ്റീറ്റീവ് ആന്റഗോണിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. സോ രണ്ടും ചെയ്യുന്നത് മൂലം ഈ മരുന്നിനെ പ്രൊജസ്ട്രോൺ ആന്റഗോണിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു, പക്ഷേ ഇതിനെ നമുക്ക് വിളിക്കാവുന്നത് കൂടുതലായിട്ട് ഇറ്റ്സ് എ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ മോഡുലേറ്റർ. ദ ഡ്രഗ് ഈസ് എ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ മോഡുലേറ്റഡ്. നമ്മളിവിടെ ആന്റി പ്രൊജസ്ട്രോൺ ബ്ലോക്കർ എന്നാണെങ്കിലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദ ഡ്രഗ് മെഫിപ്രിസ്റ്റോൺ ഈസ് എ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ മോഡുലേറ്റർ എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ശരി. സോ പ്രൊജസ്ട്രോൺ റിസപ്റ്ററിൽ 2 തരം ആക്ഷൻസ്, ഒന്ന് പാർഷ്യൽ അഗോണിസ്റ്റിക് ആക്ഷൻ, ഒന്ന് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റിസപ്റ്ററിലെ ബ്ലോക്കിംഗ് ആക്ഷൻ ആൻഡ് ആൻഡ്രോജൻ റിസപ്റ്ററിലും ബ്ലോക്കിംഗ് ആക്ഷൻ. സോ ഇത് 3 റിസപ്റ്റർ ലെവലിൽ ഈ ഡ്രഗിന്റെ ആക്ഷൻസ്. ഇനി നമുക്ക് ഈ മരുന്ന് മെൻസ്ട്രൽ ഫേസിന്റെ വിവിധ സ്റ്റേജസ് ഓർ വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുമ്പോൾ ഓവറിയുടെ കാര്യമാണ് നമ്മൾ പറയാ. സോ സപ്പോസ് ദിസ് ഈസ് ഓവറി, ഇവിടെ ചെറിയ ഫോളിക്കിൾ വലുതായി വരുന്നു. മെച്ചുറേഷൻ നടക്കുന്നത് ആദ്യത്തെ 1 to 10 ദിവസമാണ്. ഈ സമയത്ത് ആദ്യത്തെ 1 to 5 ദിവസം യൂട്രസിലൂടെ മെൻസ്ട്രേഷൻ നടക്കുന്നുണ്ട്. സോ ഈ ഘട്ടത്തിൽ നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മരുന്ന് ഹൈപ്പോതലാമസിൽ പോയി ആക്ട് ചെയ്യും. ഇപ്പോൾ ഇത് ഹൈപ്പോതലാമസ് ആണെന്ന് വിചാരിക്കുക. ഹൈപ്പോതലാമസിൽ അവിടെ ആക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് GnRH കുറയും, ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ കുറയും. ഇത് കുറയുമ്പോൾ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പുറത്തു വരേണ്ട ഇതൊക്കെയായിരുന്നു. FSH ഉണ്ട് ആൻഡ് ഓൾസോ LH. FSH ആൻഡ് LH പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. ഇത് വന്നിട്ടാണ് ഇവിടെ FSH ഈസ് ഫോർ ഫോളിക്കുലാർ ഡെവലപ്മെന്റ്, LH ഈസ് ലൂട്ടനൈസിംഗ് ഹോർമോൺ ആണ്. സോ ഓവേറിയൻ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. സോ ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് നടക്കുന്നില്ല. ഫോളിക്കുലാർ ഡെവലപ്മെന്റിൽ ഡിലേ ഉണ്ടാകും. സോ ഡിലേ ഇൻ ഫോളിക്കുലാർ ഡെവലപ്മെന്റ് ഉണ്ടാകും. LH ഇല്ലാത്തതുകൊണ്ടോ, LH ഉണ്ടെങ്കിൽ LH സർജ് നടക്കണം, LH സർജ് ഇല്ലെങ്കിൽ ഓവുലേഷൻ ഇല്ല. സോ ഓവുലേഷനും തടയുന്നു. സോ ഡിലേ ഓഫ് ഫോളിക്കുലാർ ഫേസ് ആൻഡ് ഓവുലേഷൻ, ഫെയിലിയർ ഓഫ് ഓവുലേഷൻ, നമുക്ക് ഫെയിലിയർ ഓഫ് ഓവുലേഷൻ എഴുതാം. സോ ഇതാണ് ഫോളിക്കുലാർ ഫേസിൽ ഈ മരുന്ന് കൊടുത്താൽ സംഭവിക്കുക. സോ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഓവുലേഷൻ ഇല്ല, ഓവുലേഷൻ ഉണ്ടെങ്കിൽ ഗർഭധാരണം ഉണ്ടോ, അതില്ല. ഇനി നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നത് ഓവുലേഷന് ശേഷമാണ്. ഓവുലേഷന് ശേഷം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഓവുലേഷന് ശേഷമാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്നാണ് വിളിക്കുന്നത്. സോ 14 ദിവസം കഴിഞ്ഞു 28 ദിവസം വരെയുള്ള സമയത്ത് ലൂട്ടിയൽ ഫേസിൽ കൊടുത്താൽ, സോ ഈ സമയം എന്താ സംഭവിക്കുക? ഈ സമയം ഓവുലേഷൻ നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നു. നടന്നു കഴിഞ്ഞിട്ട് ഓവം പുറത്തു വന്നു ആൻഡ് ദിസ് വിൽ ബി കൺവേർട്ടഡ് ടു കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറി. ഇതിൽ നിന്ന് ധാരാളം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ പുറത്തു വന്നു. ആൻഡ് ഈ പ്രൊജസ്ട്രോൺ യൂട്രസിൽ ചെന്നിട്ട് യൂട്രസിന്റെ സെക്കൻഡറി ചേഞ്ചസ് ഇൻ യൂട്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ മരുന്ന് പ്രൊജസ്ട്രോണിന്റെ ആന്റഗോണിസ്റ്റ് ആണ്. അപ്പോൾ പ്രൊജസ്ട്രോൺ നടക്കേണ്ട പണികളൊക്കെ നടക്കുമോ? ഇല്ല. സോ ബിക്കോസ് ഓഫ് ഹിസ് പ്രൊജസ്ട്രോൺ ആന്റഗോണിസ്റ്റിക് ആക്ഷൻ ദി സെക്കൻഡറി ചേഞ്ചസ് ഇൻ യൂട്രസ് എല്ലാം നിലയ്ക്കും. മാത്രമല്ല പ്രൊജസ്ട്രോൺ മൂലം സാധാരണ പ്രൊജസ്ട്രോൺ ധാരാളമായിട്ട് വരുമ്പോഴത്തേക്കും വേറൊരു ലോക്കൽ ഹോർമോൺ ഉണ്ട്, അതിന്റെ പേര് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയും. സോ പ്രൊജസ്ട്രോൺ വന്നിട്ട് ഇതിനെ തടയുന്നുണ്ട് സാധാരണ. സോ ഇപ്പോൾ ആ തടയലില്ല, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് റിലീസ് നടക്കും. സോ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് നമുക്കറിയാം ഇതിന്റെ പരിപാടി എന്ന് വെച്ചാൽ യൂട്രസിന്റെ ഈ മയോമെട്രിയം
ചെയ്യണം അല്ലെ. ഇതിനെ കൺട്രാക്ട് ചെയ്യുന്ന പണിയാണ് ഇത് ചെയ്യുക. സോ യൂട്ടറസ് വിൽ ബി കൺട്രാക്റ്റഡ്. യൂട്ടറസ് കൺട്രാക്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് സെൻസിറ്റൈസസ് മയോമെട്രിയം ടു പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. പ്രോസ്റ്റാഗ്ലാൻഡിനെ സെൻസിറ്റൈസ് ചെയ്യുന്നു. യൂട്രസ് കൺട്രാക്ഷൻ ഉണ്ടാകുന്നു. യൂട്രസ് കൺട്രാക്ട് ഉണ്ടാകുമ്പോൾ ഈ ലെയറൊക്കെ പോയി മെൻസ്ട്രേഷൻ ഉണ്ടാകും. സോ പ്രൊജസ്ട്രോൺ ആക്ഷൻ ഇല്ലാതാവുന്ന ഈ ഘട്ടത്തിൽ ഇതും ഗർഭധാരണത്തിന് തടസ്സമാണ് അല്ലെ. ഗർഭധാരണം ഉണ്ടെങ്കിൽ ഇത് നോർമലായിട്ടിരിക്കണം, ഇത് കൺട്രാക്റ്റും ചെയ്യാൻ പാടില്ല, അതും ഇല്ലാതെയാവുന്നു. സോ ദിസ് ഫേസ് ഓൾസോ ഇൻഹിബിറ്റ് നിഡേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് നമുക്ക് പറയാം, ഓർ പ്രഗ്നൻസി. ഇനി നമ്മൾ മൂന്നാമത്തെ സിറ്റുവേഷൻ. സോ ആ സമയത്ത് സ്പേം ഇത് ഫെലോപ്പിയൻ ട്യൂബ്സ് ആണെന്ന് വിചാരിക്കുക, ഇത് യൂട്രസ് ആണ്. ഫെലോപ്പിയൻ ട്യൂബ്സിൽ സ്പേമും നമ്മുടെ ഓവയും തമ്മിൽ ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു. ദെൻ നിഡേഷൻ യൂട്രസിലേക്ക് വന്നു. യൂട്രസിൽ ഇംപ്ലാന്റേഷൻ എന്ന് പറയും. ഇംപ്ലാന്റേഷൻ ഓർ നിഡേഷൻ ഓർ പ്രഗ്നൻസി ആയി, സൈഗോട്ട് ഫോർമേഷൻ ആയെന്ന് വിചാരിക്കാം. ഫെർട്ടിലൈസേഷൻ നടന്നാൽ പിന്നീട് യൂട്രസ് ശരിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആര് വർക്ക് ചെയ്യണം? കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് ധാരാളമായിട്ട് പ്രൊജസ്ട്രോൺ കൂടുതലായിട്ട് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ വന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഈ സമയത്ത് HCG കൂടി വരുന്നുണ്ട്. സോ മെഫിപ്രിസ്റ്റോൺ നമുക്കറിയാം പ്രൊജസ്റ്ററോൺ അന്റഗോണിസ്റ്റ് ആയിട്ടാണ് അപ്പോൾ വർക്ക് ചെയ്യുക. സോ പ്രൊജസ്ട്രോൺ അന്റഗോണിസ്റ്റ് ആകുമ്പോൾ പ്രൊജസ്ട്രോൺ ചെയ്യുന്ന എല്ലാ പരിപാടിയും അതങ്ങ് ബ്ലോക്ക് ചെയ്യും. സോ അപ്പോൾ എന്തൊക്കെയാണ് നടക്കുക? ബ്ലോക്ക്, ഡിസിഡ്യുവലൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഡിസിഡ്യുവലൈസേഷൻ എന്ന് വെച്ചാൽ ഈ സംഭവം ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കും. ഡിസ്ലോഡ്സ് ദ എംബ്രിയോ, എംബ്രിയനെ പുറത്തേക്ക് എടുത്ത് കളയും. എംബ്രിയയെ അവിടെ നിന്ന് പുറത്തേക്ക് കളയുന്ന പരിപാടിയായിരിക്കും നടക്കുക. സോ സെക്കൻഡറി ലൂട്ടിയോ ലൈസിസ് ഉണ്ടാകും. സോ ഈ സംഭവം കോർപ്പസ് ലൂട്ടിയൊക്കെ ലൈസ് ചെയ്യുകയും കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നുള്ള പ്രൊജസ്ട്രോൺ ഒട്ടും ഇല്ലാതാവുകയും ചെയ്യും. ഇതിന്റെ ഒപ്പം തന്നെ പ്രൊജസ്ട്രോൺ ആന്റി പ്രൊജസ്ട്രോണിക് ആക്ഷൻ നടക്കും. സോ അപ്പോൾ ഇതിന്റെ താഴെ യൂട്രസ് എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ താഴെ ഇവിടെ തുറന്നിരിക്കുകയാണ്. ഇവിടെ സെർവിക്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനുശേഷം ഇവിടെ വജൈനയും ഉണ്ട് എന്ന് നമുക്കറിയാം. ആൻഡ് ഈ സെർവിക്സ് വിൽ ബിക്കം സോഫ്റ്റൻ ആൻഡ് ഇത് ഡയലേറ്റ് ചെയ്യുകയും കുട്ടി അപ്പോൾ ഇതിനകത്തുകൂടി ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസിനെ സെൻസിറ്റൈസ് ചെയ്യുമ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻ കൂടുതലാകും. സോ മൊത്തത്തിൽ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് പോവുകയും ചെയ്യും. സോ പ്രോസ്റ്റാഗ്ലാൻഡിൻ മൂലമുള്ള യൂട്രൈൻ കൺട്രാക്ഷൻസ് കൂടി വന്നു കഴിയുമ്പോൾ അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി സൈഗോട്ട് പുറത്തേക്ക് പോകും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിനാണ് നമ്മൾ അബോർഷൻ നടക്കും എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. സോ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും 3 ഘട്ടത്തിലും ഇത് കൺസെപ്ഷന് എതിരാണ്. സോ കൺസെപ്ഷൻ നടന്നാലും നടക്കുന്നതിന് മുൻപും എല്ലാം പരിപാടി ചെയ്യുന്നതിനെ തടയുന്ന മരുന്നാണ് മെഫിപ്രിസ്റ്റോൺ എന്ന് പറയുന്ന മരുന്ന്. അപ്പൊ ഇനി യൂസസ് പറഞ്ഞാൽ ഞാൻ പറയാതെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം യൂസസ്. സോ ആസ് ആൻ എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ അതിനെ പോസ്റ്റ് കോയിറ്റൽ ബന്ധപ്പെട്ടതിന് ശേഷം ഉടൽ പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ വേറൊരു പേര് മോർണിംഗ് ആഫ്റ്റർ പിൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എപ്പോൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ വിത്തിൻ 72 hours 72 മണിക്കൂറിനകം ഓഫ് കൺസെപ്ഷൻ ഓർ കോയിറ്റസ് ബന്ധപ്പെട്ട് 72 മണിക്കൂറിനകം കൺസെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് 600 milligram ഓഫ് മെഫിപ്രിസ്റ്റോൺ ആണ് കഴിക്കുക. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലൂട്ടിയോലിറ്റിക് എഫക്ട്സ് മൂലമാണ് ഇത് സംഭവിക്കുക. കൊച്ചിനെ പുറന്തള്ളുകയാണ് അല്ലെങ്കിൽ ആ ഇംപ്ലാന്റ് നിഡേറ്റ് ചെയ്ത സംഭവങ്ങൾ എടുത്ത് പുറന്തള്ളുന്ന പരിപാടിയാണ് മെഫിപ്രിസ്റ്റോൺ ചെയ്യുക. സോ ഇതാണ് ഒരു യൂസ്. രണ്ടാമത്തെ ഉപയോഗം ഇൻഡക്ഷൻ ഓഫ് ലേബറിനാണ്. ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്ന് വെച്ചാൽ പ്രസവം തുടങ്ങാനായിട്ട് ഇൻഡക്ഷൻ ഓഫ് ലേബറിന് നമുക്ക് ഓക്സിറ്റോസിൻ ഉള്ളപ്പോൾ പിന്നെ വേറെ മരുന്ന് എന്തിനാണ് അല്ലെ? സംഭവം ഉണ്ട്. എന്നാലും ഇൻട്രായൂട്രൈൻ ഫീറ്റൽ ഡെത്ത് അവിടെ വെച്ചിട്ട് കൊച്ചു മരിക്കുക. അബ്നോർമൽ ഫീറ്റസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം. ലേബർ ഇൻഡക്ഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതുണ്ട്, ഞാൻ അത് ലാസ്റ്റ് പറയാം. ഇനി മൂന്നാമത്തെ ഒരു ഉപയോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വൺസ് എ മന്ത്, മാസത്തിലൊരിക്കൽ മാത്രം കഴിക്കുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ഉപയോഗം നമ്മൾ കുറവാണ്. കാരണം നമ്മുടെ കയ്യിൽ വേറെ ഇതിനേക്കാൾ സേഫ് ആയിട്ടുള്ള ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് നമുക്കുണ്ട്. നാലാമത്തെ ഉപയോഗം ഇൻ കുഷിംഗ് സിൻഡ്രോമിലാണ്. കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലൂക്കോട്ടിക്കോയിഡ് കൂടുതലാവുന്ന പ്രശ്നമാണ്. സോ ബിക്കോസ് ഓഫ് ഇറ്റ് ഗ്ലൂക്കോട്ടിക്കോയിഡ് അന്റഗോണിസ്റ്റിക് ആക്ടിവിറ്റി ആൻഡ് ഓൾസോ ഇൻ സം മെനിഞ്ചിയോമാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ബ്രെയിൻ പ്രശ്നങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം. അന്റഗോണിസ്റ്റ് ദ ഗ്ലൂക്കോട്ടിക്കോയിഡ് ആക്ടിവിറ്റി. ആൻഡ് ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്ന എല്ലാം പാലിയേറ്റീവ് യൂസ് മാത്രമാണ്, ക്യൂർ അല്ല നമ്മുടെ ലക്ഷ്യം. ദെൻ അഞ്ചാമത്തത് പ്രൊജസ്ട്രോൺ അന്റഗോണിസ്റ്റ് ആണ്. സോ യൂട്രൈൻ ഫൈബ്രോയിഡ്സുകളിൽ ചിലപ്പോൾ നമുക്ക് ഉപയോഗിച്ചേക്കാം. ദെൻ ആറാമത്തെ ഉപയോഗം ഇൻ സെർവിക്കൽ റൈപ്പനിങ് ആണ്. സെർവിക്കൽ റൈപ്പനിങ് എന്ന് വെച്ചാൽ സെർവിക്സ് റിലാക്സ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് 600 milligram സോഫ്റ്റനിങ് ഓഫ് സെർവിക്സ് ഇൻ D&C പ്രൊസീജിയേഴ്സിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. സർജിക്കൽ അബോർഷന് ഇൻഡക്ഷൻ ഓഫ് ലേബറിന് വേണ്ടി ഒരു 24 to 36 മണിക്കൂർ മുൻപ് നമ്മൾ ഈ മരുന്ന് കൊടുക്കും. ആൻഡ് ലാസ്റ്റ് ഉപയോഗം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ആസ് ആൻ അബോർട്ടിഫേഷ്യന്റ് ആണ്. അബോർട്ടിഫേഷൻ എന്ന് വെച്ചാൽ അബോർഷൻ നടത്താൻ, മെഡിക്കൽ അബോർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മെഡിക്കൽ അബോർഷൻ എങ്ങനെയാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെഫിപ്രിസ്റ്റോൺ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ടു കിൽ ഫീറ്റസിനെ കൊല്ലുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടേത്. ഫീറ്റസിന്റെ വളർച്ചയൊക്കെ നിൽക്കുക, ഫീറ്റസിനെ കൊല്ലുക. സോ day 1 നമ്മളൊരു 200
500 മില്ലിഗ്രാം മെഫിപ്രിസ്റ്റോൺ നമ്മൾ അങ്ങ് കൊടുക്കും. സോ ഇത് 7 വീക്സ് വരെയുള്ള പ്രഗ്നൻസി നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് കൊടുക്കുക. സോ ഡേ 3ൽ 3-ാം ദിവസം, സോ ഇതാണ് ഫസ്റ്റ് ഡേ കൊടുക്കുക. 3rd ഡേ 3-ാം ദിവസം നമ്മൾ കൊടുക്കുക മിസോപ്രോസ്റ്റോൾ എന്ന് പറയുന്ന മരുന്നാണ്. മിസോപ്രോസ്റ്റോൾ നമ്മൾ കൊടുക്കുക. ഇറ്റ്സ് എ PGE1 പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 വിഭാഗം മരുന്നാണ്. ആന്റി അൾസർ ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. NSAID ഇൻഡ്യൂസ് അൾസർ, അതിന് ഇത്രയും ഡോസ് വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇത് ഇപ്പോൾ ജസ്റ്റേഷൻ 49 ദിവസം ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിസോപ്രോസ്റ്റോൾ കൊടുക്കുക 400 മൈക്രോഗ്രാം ആണ്, മില്ലിഗ്രാം അല്ല, മൈക്രോഗ്രാം ആണെന്ന് ഓർക്കുക. 400 മൈക്രോഗ്രാം നമ്മൾ ഓറലായിട്ടോ ഓർ വജൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. ആൻഡ് മിസോപ്രോസ്റ്റോൾ എന്തിനാണ് കൊടുക്കുന്നത്? മിസോപ്രോസ്റ്റോൾ നമ്മൾ പറഞ്ഞു ഇൻക്രീസ് യൂട്ടറസ് മയോമെട്രിയത്തിന്റെ കൺട്രാക്ഷൻ വർദ്ധിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. കൺട്രാക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ യൂട്ടറസ് ഇപ്പം ഇതാണെങ്കിൽ ഇതിന്റെ സംഭവങ്ങളാണെങ്കിൽ ഇത് കൺട്രാക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ ഇത് വർക്കിംഗ് അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. ആൻഡ് ദിസ് ക്യാൻ സെർവിക്സിനെ ഡയലേറ്റ് ചെയ്യാനായിട്ട് മെഫിപ്രിസ്റ്റോണും പറ്റും. സോ എക്സ്പൾഷൻ ഓഫ് ഫീറ്റസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിസോപ്രോസ്റ്റോൾ നമ്മൾ കൊടുക്കുക. ആൻഡ് ഇപ്പോൾ 63 ദിവസം വരെ ആയിട്ടുണ്ടെങ്കിൽ 63 ഡേയ്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പോൾ മിസോപ്രോസ്റ്റോളിന്റെ ഡോസ് ഹാസ് ടു ബി ഗിവൺ ആസ് 800 മൈക്രോഗ്രാം നമ്മൾ കൊടുക്കുക. ആൻഡ് ഇത് സബ്ലിംഗുലായിട്ട് കൊടുക്കാം, ബക്കൽ കൊടുക്കാം, ഓർ വജൈനൽ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 63 ദിവസം വരെയുള്ള പ്രഗ്നൻസി നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അബോർഷൻ കൊടുക്കുന്ന മറ്റ് മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മിസോപ്രോസ്റ്റോൾ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഇതാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ ഇത് മതിയായിരിക്കും. ദെൻ പിന്നെ ഉള്ളത് ജെമിപ്രോസ്റ്റ് ആണ്. ജെമിപ്രോസ്റ്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ഇതും പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 അനലോഗ് തന്നെയാണ്. ദെൻ E2 പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 അനലോഗ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡൈനോപ്രോസ്റ്റോൺ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ഉപയോഗിക്കാം. ദെൻ സൾഫോസ്റ്റോൺ എന്ന് പറയുന്ന ഒരു മരുന്ന് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതൊക്കെ സെക്കൻഡ് ട്രൈമസ്റ്റർ ആണെങ്കിലായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുക. ദെൻ വേറൊരു മരുന്ന് കാർബോപോസ്റ്റ് ആണ്. കാർബോപ്രോസ്റ്റ് എന്ന് പറയുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ F2 ആൽഫ ഡെറിവേറ്റീവ് ആണ്. സോ ഇത് E1 ആണ്, ഇത് E2 ആണ്, ഇത് F2 ആൽഫ ഡെറിവേറ്റീവ് ആണ്. ഇനി ആന്റി പ്രൊജസ്ട്രോൺ ആയിട്ട് നമ്മൾ കൊടുക്കുക മെഫിപ്രിസ്റ്റോൺ ആണ് അടുത്ത മരുന്ന് നമ്മൾ ഉപയോഗിക്കുക. ദെൻ ഓൾസോ ആന്റി ഫോളേറ്റ് മരുന്നുണ്ട്. ആന്റി ഫോളേറ്റ് ആന്റി ക്യാൻസറിനോ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിനൊക്കെ ഉപയോഗിക്കുന്ന മെത്തോട്രക്സേറ്റ് എന്ന് പറയുന്ന മരുന്നും നമുക്ക് അബോർഷന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. മെത്തോട്രക്സേറ്റ് പാർഷ്യൽ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് അബോർഷനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ മരുന്ന് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അഡ്വേഴ്സ് എഫക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ADR ദോഷഫലം എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ഉണ്ടാകാം, ഇതാണ് ഏറ്റവും പ്രധാനം. അബോർഷൻ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ബ്ലീഡിംഗ് അപ് ടു 2 വീക്സ് 2 ആഴ്ച വരെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാകാം, മിനിമം ഉണ്ടായിരിക്കും. ഓർ മോർ, ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകാം. ആൻഡ് ഓൾസോ ക്യാൻ ബി ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാം. ദെൻ പിന്നെ നടക്കാവുന്നത് ഇൻകംപ്ലീറ്റ് അബോർഷൻ ആണ്. ഇൻകംപ്ലീറ്റഡ് അബോർഷൻ മൊത്തമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ സർജിക്കൽ അബോർഷൻ എന്തെങ്കിലുമൊക്കെ വേണ്ടി വന്നേക്കാം. DNC ഒക്കെ ചെയ്യേണ്ടി വരാം. ദെൻ യൂട്രൈൻ ക്രാംസ്, യൂട്ടറസ് മസിൽ, യൂട്ടറൈൻ ക്രാംസ് എന്ന് എഴുതായിരിക്കും കൂടുതൽ നല്ലത്. സോ ഇതുമൂലം വയറുവേദന, കഠിനമായ വയറുവേദന ഉണ്ടാകും. സോ അബ്ഡോമിനൽ ക്രാംസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സോ വയറുവേദന ഉണ്ടാകും. ദെൻ സീരിയസ് ഇൻഫെക്ഷൻ ചില അപൂർവമായിട്ടുണ്ടാകുന്ന എറ്റിപ്പിക്കൽ ഇൻഫെക്ഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം. ഉദാഹരണം ക്ലോസ്ട്രിഡിയം സ്പീഷീസ്, ചിലതരം ക്ലോസ്ട്രിഡിയം സ്പീഷീസ് മൂലമുള്ള സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ, സെപ്സിസ് വരാം, ഷോക്ക്, അങ്ങനെയൊക്കെയുള്ള സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, എറ്റിപ്പിക്കൽ ഇൻഫെക്ഷൻസും ചിലപ്പോൾ വന്നേക്കാം. ദെൻ പിന്നെ നമുക്ക് എഴുതാവുന്നത് അനോറക്സിയ നമുക്ക് എഴുതാം, വിശപ്പില്ലായ്മ എഴുതാം. ദെൻ GI സൈഡ് എഫക്ട്സ്, നൗസിയ, വോമിറ്റിംഗ്, ഡയറിയ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് എഴുതാം. സോ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു മരുന്നിനെ കുറച്ചുകൂടി ഒന്ന് പറഞ്ഞു പോയേക്കാം. യുലിപ്രിസ്റ്റാൽ എന്ന് പറയുന്ന മരുന്നാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലിനകത്ത് പറഞ്ഞതാണ്. ഇത് മോർണിംഗ് ആഫ്റ്റർ പില്ലാണ്. മോർണിംഗ് ആഫ്റ്റർ പിൽ എന്ന് പറയുമ്പോൾ വിത്തിൻ 72 hours ആണ് എല്ലാം പറയുന്നത്, 72 hours. പക്ഷേ ഈ മരുന്നിന് 120 hours വരെ, എന്ന് വെച്ചാൽ 5 ദിവസം, കോവിറ്റസിന് ശേഷം 5 ദിവസത്തിന് അകം വരെ ഫലം ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സോ പോസ്റ്റ് കോയിറ്റൽ പിൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. കോൺട്രാസെപ്റ്റീവിൽ നമ്മൾ പറഞ്ഞാണ്. ആൻഡ് ഈ മരുന്ന് ഒരു SPRM എന്ന് നമ്മൾ വിളിക്കാം. ദാറ്റ് മീൻസ് സെലക്റ്റീവ് പ്രൊജസ്റ്ററോൺ റിസപ്റ്റർ മോഡുലേറ്റർ വിഭാഗം മരുന്നായിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. സോ എമർജൻസി കോൺട്രാസെപ്റ്റീവ് ഡ്രഗ് ആയിട്ട് നമ്മൾ OCPs എന്ന് പറഞ്ഞതിൽ ഇതിനെക്കുറിച്ച് ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മെഫിപ്രിസ്റ്റോൺ ആൻഡ് ലുപ്രിസ്റ്റാൽ ലൈക്ക് ആന്റി പ്രൊജസ്റ്റിൻസ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.